എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. മധുരക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1/2 കിലോ കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നന്നായി വാഷ് ചെയ്ത ശേഷം ചെറുതായി മുറിച്ച് വേവിച്ചെടുക്കാം. ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. കിഴങ്ങ് നന്നായി വെന്ത് കിട്ടണം. അപ്പോഴാണ് നന്നായി മാഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കിഴങ്ങ് മുങ്ങത്തക്ക വിധം വെള്ളം ഒഴിക്കാം. നാല് വിസിലിന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, പിന്നെ കുറച്ച് കോൺഫ്ലോറും. കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. വെള്ളം ഊറ്റിയെടുത്ത് തണുക്കാനായി വയ്ക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് മാഷ് ചെയ്തെടുക്കണം. തോല് കളഞ്ഞെടുക്കാം. കുക്കറിൽ വെച്ച് തന്നെ നമുക്ക് മാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കട്ടകളില്ലാതെ ഉടച്ചെടുക്കണം. നന്നായി വെന്തതുകൊണ്ട് നന്നായി ഉടച്ചെടുക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോഴും നല്ല ചൂടുണ്ട്. ഒന്ന് തണുക്കുന്നതിനായി മാറ്റി വയ്ക്കാം. ചെറിയ കട്ടകളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചെടുക്കാം. ഇതിലേക്ക് മുറിച്ച് വെച്ച സവാള എല്ലാം ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ഡോ ആവണം. ബാക്കിയുള്ള കൂടി ചേർക്കാം. ഇപ്പോഴും 1 ടേബിൾ സ്പൂൺ ബാക്കിയുണ്ട്. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. മധുരക്കിഴങ്ങിൻ്റെ വെള്ളത്തിൽ തന്നെ നമുക്കത് കുഴച്ചെടുക്കാം. ഇനി ചെറിയ ഉരുളകളാക്കി കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്. നന്നായി ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു കനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. മധുരക്കിഴങ്ങിൽ ധാരാളം പോഷകഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ഒരു സ്നാക്കാണ്. കുട്ടികളെ സ്നാക്സ് ബോക്സിലേക്ക് എല്ലാം കൊടുത്തു വിടാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ടാകും. തിരിച്ചിടാം.
ഇതുപോലെ ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം. വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. മധുരക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർ കൂടി കഴിച്ചു പോകും. അത്ര രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.